കയർ ബോർഡിലെ തൊഴിൽ പീഡന പരാതിയിൽ കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു. 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ ചെറുകിട സൂക്ഷ്മ വ്യവസായ മന്ത്രാലയം നിർദ്ദേശം നൽകി. സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും DGPക്കും അടക്കം പരാതി നൽകാനാണ് മരിച്ച ജോളി മധുവിന്റെ കുടുംബത്തിന്റെ തീരുമാനം. കയർ ബോർഡ് ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി. തൊഴിൽ പീഡന ആരോപണത്തിന് പിന്നാലെ ജോളി മധുവിന്റെ മരണമുണ്ടായത് സമൂഹത്തിൽ ചർച്ചയ്ക്കിടയാക്കിയിരുന്നു. കയർ ബോർഡ് ചെയർമാൻ അടക്കമുള്ള ഉന്നത അധികാരികൾക്കെതിരെ ജോളി മധുവിന്റെ കുടുംബം രംഗത്തെത്തി. ജോളി മധുവിന്റെ മൃതദേഹം കയർ ബോർഡ് ഓഫീസിൽ പൊതുദർശനത്തിന് വെക്കണമെന്ന സഹപ്രവർത്തകരുടെ ആവശ്യം അധികാരികൾ അംഗീകരിച്ചില്ല. ഇതോടെയാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി കയർ ബോർഡ് കൊച്ചി ഓഫീസിലേക്ക് എത്തിയത്. ജോളി മധുവിന്റെ മരണത്തിന് കാരണക്കാരായിട്ടുള്ള ഈ പറയുന്ന കയർ ബോർഡ് ചെയർമാനും കയർ ബോർഡിന്റെ സെക്രട്ടറിക്കുമെതിരായിട്ടുള്ള നടപടി, അവരെ ഇവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയാണ് മോഡി ഭരണകൂടം ചെയ്യേണ്ടതെന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആവശ്യം. പ്രതിഷേധത്തിന് പിന്നാലെ ജോളി മധുവിന്റെ മൃതശരീരം പൊതുദർശനത്തിന് വെക്കാമെന്ന് അധികാരികൾ സമ്മതിച്ചു. എന്നാൽ മൃതദേഹം വീട്ടിലെത്തിച്ച് പ്രാർത്ഥനകൾ തുടങ്ങിയതിനാൽ കയർ ബോർഡിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ലെന്ന് കുടുംബം അറിയിക്കുകയായിരുന്നു. കുടുംബത്തിന്റെ ആരോപണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട ഉടൻ ചെറുകിട സൂക്ഷ്മ വ്യവസായ മന്ത്രാലയം അന്വേഷണം ആരംഭിച്ചു. 3-അംഗ സംഘം 15 ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് നൽകണം. ഉദ്യോഗസ്ഥർക്കെതിരായ ആരോപണങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുക. സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും DGPക്കും അടക്കം പരാതി നൽകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. മൃതദേഹം നാളെ കയർ ബോർഡ് കൊച്ചി ആസ്ഥാനത്തും വീട്ടിലും പൊതുദർശനത്തിന് വയ്ക്കും. രാവിലെ 11-ന് ഇടപ്പള്ളിയിലാണ് സംസ്കാരം. 24 കൊച്ചി.